السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. صدق الله العظيم. കഴിഞ്ഞ ദിവസം ഈ ആയത്ത് ചർച്ചക്കെടുത്തതാണ്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരണം പറ്റിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്ര വഖശിയ الرحمن بالغيب فبشره بمغفرة وأجر كريم. വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്താൽ അതിലുള്ളത് വിശ്വസിച്ച് പിൻപറ്റുന്ന അള്ളാഹനെ പേടിക്കുന്ന ആളുകൾക്കാണ് അങ്ങയുടെ താക്കീതും സുവിശേഷവും ഉപകാരപ്പെടുക എന്ന് പറഞ്ഞ ഉടനെ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നമ്മൾ നിശ്ചയം മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് പറയാൻ കാരണം ഈ മഗ്ഫിറത്തും അജ്റും കരീം ഒക്കെ മരിച്ചതിന് ശേഷമാണ് ബോധ്യപ്പെടുക, ദുനിയാവിലല്ല എന്നാണ് ചെറിയ രൂപത്തിൽ ഓർമ്മപ്പെടുത്തിയത്. അത് കഴിഞ്ഞ ഉടനെ അള്ളാഹു പറയാണ് വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. വനക്തുബു, നമ്മൾ രേഖപ്പെടുത്തും, ഒന്നിനെ ഖദ്ദമൂ, അവർ ജീവിതകാലത്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും ഫയലിൽ നമ്മൾ എഴുതി വെക്കും. വആസാറഹും, അതിന്റെ പരിണത ഫലങ്ങളും. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ മരിച്ചു പോയാലും അതിനെ തുടർന്ന് അതിൻ്റെതായ ഫലങ്ങൾ ഇങ്ങനെ ഭൂമിയിലുണ്ടാവും. അതിൻ്റെ ഒക്കെ കൂലി ഖബർ കിടക്കണം നമുക്ക് കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ ഇന്നലെ കണ്ണൂർ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തപ്പോൾ മഹല്ല് പ്രസിഡന്റിനെ കുറിച്ചാണ് എന്നോട് എല്ലാവരും പറഞ്ഞത്. ഇത് അവര് തുടങ്ങി വെച്ചാണ്, ഈ കാരുണ്യ പ്രവർത്തനം അവരുടേതാണ്, അത് അവരുടേതാണ്, ഇത് പറയാൻ തന്നെ സമയമുള്ളൂ. അപ്പൊ ഞാൻ ഈ ആയത്ത് ഇങ്ങനെ ഓർത്തു, നക്തുബു മാ ഖദ്ദമൂ വആസാറഹും. അവരെ ആസാറാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ നബിയുനാ റസൂലുള്ളാഹി. ജീവിതകാലത്ത് ആരെങ്കിലും ഒരു സുന്നത്തായ നല്ലൊരു കാര്യം ചെയ്തു വെച്ചാൽ ആ ചെയ്തു വെച്ചതിന്റെ കൂലി ഓനുണ്ട്. ആസാറ് പറയും, നോക്കി ഇനി അവന് മരിച്ചതിന് ശേഷം അല്ലാതെയും അതനുസരിച്ചുകൊണ്ട് ആരൊക്കെയാണോ തുടർന്ന് ചെയ്തത് അവരുടെയൊക്കെ എണ്ണം അനുസരിച്ചുകൊണ്ട് അവരുടെ ആ പ്രവർത്തനത്തിന്റെ കൂലിയുടെ വലിയൊരു വിഹിതം ഈ തുടങ്ങി വെച്ച ആൾക്കുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഉദാഹരണം, ആരെങ്കിലും മദ്രസന്റെ പണി തുടങ്ങി വെച്ച് അത് പൂർത്തിയായാൽ അയാൾ മരിച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ മദ്രസയിൽ വന്നിട്ട് എത്ര ലക്ഷം ആയിരങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ടോ അവര് പഠിക്കുന്ന ഇൽമിന്റെ ഒക്കെ വലിയൊരു പ്രതിഫലം ഇത് തുടങ്ങി വെച്ച് ഖബർ കിടക്കുന്ന ആചാര്യക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മദ്രസക്കും പള്ളിക്കും യതീംഖാനക്കൊക്കെ നേതൃത്വം നൽകിയവര് കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ ചെറിയ ആളുകളല്ല. അവര് ഇഖ്ലാസോടെ പണിയെടുത്ത സ്വർഗത്തിലാണ്. എന്റെ നാട്ടില് കമ്മിറ്റിയില് 1-2 വലിയ ആചാര്യന്മാരുണ്ടായിരുന്നു. അതുപോലെ എല്ലാ ജനറൽ ബോഡി മീറ്റിങ്ങിലും പിന്നെ പ്രസിഡന്റ് ആവാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളുണ്ട്. പെട്ടെന്ന് കേട്ടാൽ തോന്നുന്ന ഒരു തമാശ, പക്ഷെ അയാൾ ഇഖ്ലാസോടെ അമൽ ചെയ്തിട്ട് നാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. മീറ്റിംഗ് കൂടിയാ പറയും, പ്രസിഡന്റ് ഞാന്, ബാക്കി നിങ്ങളായിക്കോളിന്നായി. നല്ല നെയ്യത്താണ്. കാരണം നല്ല നെയ്യത്തിൽ കുഴപ്പമില്ല. അയാളെ പറയണ എന്താ, പ്രസിഡന്റായി ചെയ്യുന്ന ചില അമലുകളുണ്ട്, അതിന്റെ കൂലി ആക്കാന് കിട്ടണമെന്നാ. അല്ലാതെ മുഖ്യമന്ത്രി കസേരക്ക് വേണ്ടി കടികൊണ്ടായി കൂടുതലല്ലേ അറിഞ്ഞല്ല. ഇതെന്താ, ഇതിനു വേണ്ടി ചെയ്താൽ കുറെ കൂലി കിട്ടും. അതിപ്പോ ഞമ്മലാണ്ട് പോയാ പിന്നെ ഇല്ലല്ലോ. അതാണ് പറഞ്ഞത്. ചിരിച്ചിട്ടാണ് മരിച്ചത്. കാരണം നല്ലൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ തുടർന്ന് പിന്നെ ചെയ്യുന്നവര് ചെയ്യുന്നതിന്റെ ഒക്കെ വലിയൊരു കൂലി ഈ ചെയ്ത ആൾക്ക് കിട്ടില്ലേ. ചെറിയ കാര്യമാണോ അത്? ചില ആളുകൾ കാണാൻ പള്ളിയില്
മുഅദ്ദിനോട് സമ്മതം ചോദിച്ചിട്ട് ബാങ്ക് കൊടുക്കും. ഇത് കമ്മിറ്റി പെട്ട അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലൊക്കെ. അപ്പൊ കുറെ ആൾക്കാർക്ക് ബാങ്ക് കൊടുക്കാൻ തോന്നുക, കുറെ ചെറുപ്പക്കാരും ബാങ്ക് കൊടുക്കുക. യാ അല്ലാഹ്, അതിന്റെ കൂലിയൊക്കെ ഇയാക്കല്ലേ. നാളെ ഒരു സ്ഥലത്ത് യാത്രക്കിടയില് പകൽ സമയത്ത് ഒരു പള്ളിയിൽ മഞ്ചേരിക്ക് അപ്പുറത്ത് അലുവാസ്കരിക്കാൻ വേണ്ടി ഞാനൊന്ന് വണ്ടി നിർത്തി കയറിയപ്പോ ആ പള്ളിയിൽ ഫുള്ള് ചെറുപ്പക്കാർ കുട്ടികൾ. അപ്പൊ ഞാൻ ചോദിച്ചു, കുട്ടികൾ എന്താ ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ലുവാസ്കരിക്കാൻ കയറിയാന്നാണ്. ഞാൻ ചിന്ന കണ്ട് കയറിയാന്ന് വെച്ചാൽ അല്ലല്ല, ഇവിടെ ഒരു ആചാര്യണ്ടായിരുന്നു. ഒരു സമയത്ത് കുട്ടികളെ വിളിച്ചാണ് ലുവാസ്കരിക്കും. അന്ന് മുതൽ ചെറുപ്പക്കാരൊക്കെ ഒരു ട്രെൻഡാണ് ലുവാസ്കാരം എന്ന് പറഞ്ഞത്. കണ്ടങ്ങള്. അപ്പൊ ഈ കവർ കിടക്കുന്ന ആചാര്യക്ക് എത്ര കൂലിയാണ് കാര്യം കിട്ടുക? എല്ലാവരും നല്ലൊരു ക്ലാസ് കൊടുക്കും. ഇപ്പൊ നമ്മള് സുബഹി നേശം ക്ലാസ് തുടങ്ങി. ഈ ക്ലാസ് ആസ്മാത്തായിട്ട് തുടങ്ങിയ എങ്ങനെയാണ് പോയി. ഇനി ഞാൻ മരിച്ചുപോയി അല്ലെങ്കിൽ ഇവിടുന്ന് പോയി, എന്നിട്ട് ഈ ക്ലാസ് നിലനിൽക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന ക്ലാസ് എടുക്കുന്ന ആള് എടുക്കുന്നതിന്റെ ഒക്കെ കൂലി എനിക്ക് കിട്ടും. നിങ്ങൾ കണ്ടിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരെ, ആ പങ്കെടുക്കുന്ന പിന്നീട് വന്ന് പങ്കെടുക്കുന്ന ആൾക്കാരെ കൂലിയൊക്കെ ഈ തുടങ്ങി കൊടുത്ത ആളുകൾക്ക് കിട്ടും. ഇപ്പൊ ഇവിടെ തന്നെ ചില ആളുകൾ ക്ലാസ്സിന് ആളുകളെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ഈ അവര് ഇരുന്നതിന്റെ കൂലിയും ഈ വന്ന ആൾക്കാർ ഇരുന്നതിന്റെ കൂലിയും കിട്ടും. ചെറിയ കാര്യമാണോ അത്? യാ അല്ലാഹ്, യാ അല്ലാഹ്. നേരെ മറിച്ചാണെങ്കിൽ അതുണ്ടാവും. ഒരാളിപ്പോ സിനിമാ ടാക്സ് തുറന്നു, എന്നാലേ അവിടെ വന്നിട്ട് ആരൊക്കെ ഫിലിം കാണണോ അതിന്റെ ഒക്കെ ശിക്ഷ ഇയാൾക്കുണ്ടാവും. ആള് മരിച്ചാലും ആ ടാക്കീസ് ഇയാളെ താൽക്കൊരു സുഖം കൊടുക്കൂല. നല്ലതാണെങ്കിൽ ഈ ചീത്തയാണെങ്കിൽ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. ഇതാണ് ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു ആചാര്യ അയാള് മരിച്ചു വയ്ക്കണ്. അപ്പൊ അയാളെ റൂമിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി. അപ്പൊ ആ റൂം മൊത്തം വെള്ള, ബെഡ് വെള്ള, ബെഡ്ഷീറ്റ് വെള്ള, തലയണ വെള്ള, കുപ്പായം വെള്ള, കൊട ഉണ്ട്, കൊട വെള്ള, കൊട നുരുമ്പിക്കണ്, അവിടെ വീട്ടിൽ കൊളത്തിച്ചിട്ടുണ്ട്. ചെരുപ്പ് വെള്ള, കുളിക്കണ സോപ്പ് വെള്ള. അപ്പൊ ഞാൻ വെച്ചത് എന്താന്ന് വെച്ചു. അപ്പോ കുട്ടികൾ പറഞ്ഞ്, ബാപ്പ ഒരാളെ വേല കേട്ടതാണ്, റസൂലുള്ളാഹിക്ക് വെള്ള വളരെ ഇഷ്ടമായിരുന്നു, അതോടുകൂടി ഫുള്ള് വെള്ള. അപ്പൊ ഞാൻ ആകെ നാണിച്ച്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെള്ള വളരെ ഇഷ്ടമാണെന്നുള്ള ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതുവരെ ഞാൻ എന്റെ ഫുള്ള് വെള്ളാക്കിയിട്ടില്ല. നമ്മളൊക്കെ വേല കേൾക്കണ കേട്ടപ്പോ ഒരു നാടന്റെ തലേക്ക് കയറി നോക്കാൻ നിങ്ങൾ എല്ലാരും എല്ലാതും വെള്ളാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷെ മൂപ്പർക്ക് അതൊരു ട്രെൻഡായി മാറിക്കാൻ എന്റെ ഹബീബിന് ഇഷ്ടം അതല്ലേ. മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുരങ്ങ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരിക്കലും ചുരങ്ങ അങ്ങനെ ഒരുപാട് തിന്നണ കണ്ടു. പിന്നെ മദീന ടൗണിൽ ഫുള്ള് ചുരങ്ങ, മാർക്കറ്റിൽ ഫുള്ള് ചുരങ്ങ. കാരണം എല്ലാരും വരെയൊക്കെ ചുരങ്ങ വാങ്ങിക്കൊണ്ടുപോവാ. ഈ വാങ്ങിക്കൊണ്ടുവരുന്ന ആളുകൾക്ക് ചുരങ്ങ ഇഷ്ടമില്ല, ഇല്ല. എന്നാലും പരയില് ഫുള്ള് ചുരങ്ങ. കാരണം എന്താ? തങ്ങള് തിന്നണ കണ്ടു. യാ അല്ലാഹ്, എന്താണല്ലേ ഇത്? ഫുള്ള് ഇയാൾക്ക് വെള്ള, നേർച്ച കൊട ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു, അയിമല എന്റെ വിഷയം, ഇമലല്ല. ഞാൻ ചോദിച്ചു, ഈ കൊട നന്നായിട്ട് ദ്രവിച്ചുകൊണ്ടല്ലോ, നേർച്ചുകൊണ്ടല്ലോ. അത് ഉസ്താദേ, ബാപ്പ വെളുവെളുത്ത മനുഷ്യനായിരുന്നു, കൊടയും വെളുത്തതാണ്. ബാപ്പ മദ്രസക്കും പള്ളിക്കും വേണ്ടി ഓടി നടന്ന് വെയില് കൊണ്ടിട്ട് അധ്വാനിച്ച ആളാണ്. അപ്പൊക്കെ ചൂടിയുന്നത് ഈ കൊടയാണ്. അപ്പൊ ഞങ്ങള് മക്കൾക്ക് ഇതിങ്ങനെ കാണുമ്പോൾ മദ്രസക്കും പള്ളിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. ആ ഓർമ്മക്ക് നേർച്ച കൊട അവിടെ വെച്ചാണ് എന്നാണ്. എന്റെ വാപ്പ മരിച്ചപ്പം കറുത്തിട്ട മരിച്ചത്. വെളുത്ത മനുഷ്യൻ കറുത്തത് ദീനിന് വേണ്ടി സേവനം ചെയ്യുമ്പോ വെയിലുകൊണ്ടിട്ടാണ് എന്ന് പറഞ്ഞു. യാള മതി, അത് മതി, ഞാൻ നന്നായിട്ട് ഉറങ്ങിക്കോളൂ അവിടെ. നമ്മളൊക്കെ മരിച്ചു പോകുമ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നഹ്നു നക്തും കദ്ദും ആസാറുണ്ടോന്ന് ചിന്തിച്ചു നോക്കാം നിങ്ങള്. പൊരയില് കുറെ ആധാർ വാക്കിച്ചിട്ട് പോകണം, എന്നിട്ട് കുട്ടികളായ പിന്തുടർന്ന് ജീവിക്കണം. കുട്ടികൾ തൊപ്പിയിട്ടിട്ട് ജമാഅത്തിന് വേഗം പോകുന്നത്. ബാപ്പ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ മദ്രസ ഒരുപാടുണ്ടല്ലോ, കുട്ടികളും കുറെ ഉണ്ട്. പക്ഷെ റിസൾട്ട് കുറവല്ലേ. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ടോപ്പ്ലെസ് അല്ല ഞാൻ പറഞ്ഞു, അതെല്ലാം മറിച്ചിലും ഉണ്ട്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഞെരിയാണ് ഈ പെട്ട് തുണി, ഞെരിയാണ് ഈ വിട്ട് പാന്റ്, മുടിയൊക്കെ കൂടി ജൂതന്റെ മുടി, ബാങ്ക് കൊടുക്കും പള്ളിയിൽ കയറില്ല, ടോപ്പ്ലെസ് ഉണ്ടേനു. ഞെരിയാണിയുമ്പോ ടോപ്പ്ലെസ് ഇല്ലാതെ പേപ്പറിൽ ഉണ്ടായിട്ട് കാര്യമുണ്ട്. എന്താ കാരണം? അതിനൊരു കാരണം ഞാൻ പറയാം. പൊരയില് മാതൃകയില്ല, വേറൊന്നുമില്ല. പൊരയില് മാതൃകയില്ല.
ക്ലാസ്സിൽ ഉസ്താദ്മാര് പഠിപ്പിക്കും കളവ് പറയാൻ പാടില്ല. കളവ് പറഞ്ഞ ആൾക്കാരെ രണ്ട് സൈഡില് ഇരുമ്പിന്റെ കൊളത്തിട്ടിട്ട് വലിച്ചു കീറുന്ന് പറയും. ഈ കുട്ടിന്റെ ആ ഉസ്താദിന്റെ ആക്ഷനും കാണിച്ചു കൊടുക്കലും രൂപമൊക്കെ കൂടിയാണ് പറഞ്ഞപ്പോ തലയിൽ കണ്ട് കയറി കളവ് പറയില്ല തീരുമാനം എടുത്ത് പൈതല്. അങ്ങനെ ഐറ്റങ്ങള് വേഗം നന്നാവും. അങ്ങനെ കളവ് പറയില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ട് പോരേ കയറിയാണ്. ഉള്ളിലുണ്ട് വാപ്പ അങ്ങനെ ഇരിക്കണം. അപ്പൊ കോളിംഗ് ബില്ല് അടിക്കുന്നുണ്ട്. പോയൊക്കെ ആരാണെന്ന് ചെക്കൻ പോയോക്കുമ്പോ കമ്മിറ്റിക്കാരാ. അപ്പോഴാണെങ്കിൽ ഒളിയത്തിന് സംഘടിത ഒളിയത്തിന് ആളെ ചേർക്കുന്ന സമയമാണ്. ആ കമ്മിറ്റിക്കാരന് പൊരയ്ക്ക് വരണുണ്ട് എല്ലാവരും ചേരണമെന്ന് കത്തി പറയും ചെയ്തിരുന്നു. അതില് വാപ്പ കൂന്നുങ്ങാണ്ട് പറഞ്ഞു ഞാൻ പാടില്ല എന്ന് പറഞ്ഞാല് ചെക്കൻ മദ്രസയിൽ എന്താ പഠിച്ചത് കളവ് പറയാൻ പാടില്ല. ഇനി ഒരിക്കലും കളവ് അറിയില്ലാന്ന് തീരുമാനിച്ചിട്ടാണ് പൊരയ്ക്ക് കയറുന്നത്. വാപ്പ പറഞ്ഞതാ എ ക്ലാസ് നോണി ഞാൻ പാടില്ല എന്ന് പറഞ്ഞാളെ. ഈ പൈതൽ നിങ്ങളങ്ങ് മാറ്റിയില്ലേ. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ അതിന് ഓരോ പരയൊക്കെ കയറിയിട്ടില്ലല്ലോ. ഇവിടെ സംഭവിച്ചിട്ടില്ല. ഞാൻ ഉദാഹരണം പറയാം. മദ്രസയിൽ പഠിച്ചതിന് നേരെ എതിരാണ് പരയില്. അതിവിദഗ്ധനായ ഒരു സൈക്കോളജിസ്റ്റിനോട് അടുത്ത് ബുദ്ധിമാനായ ഒരാൾ ചോദിച്ചു, മതപഠനശാലകൾ ധാരാളമുണ്ട്, വിദ്യാർത്ഥികൾ ധാരാളമുണ്ട്, എന്താ കുട്ടികൾ എന്നിട്ടും നന്നാത്തത്? അപ്പൊ അയാൾ പറഞ്ഞ മറുപടി അതാണ്, സംഘടന ഉള്ളതുകൊണ്ടാണ്. പഠിച്ചതിന് നേരെ എതിരാണ് പൊരീത്ത അന്തരീക്ഷം നന്നാവൂല. ونحن نكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. ഞാൻ ഈ മാസം ഇതുപോലത്തെ ഒരു മാസത്തിൽ സംഭവിച്ചൊരു കാര്യം പറഞ്ഞുതരാം. ഇതേ ദുൽഖഅദ് മാസത്തിൽ മദീനയിൽ സംഭവം ഉണ്ടായി. കാരണം ക്ലാസ്സിൽ സജീവമായി പങ്കെടുക്കും സഹാബാക്കൾ മുഴുവനും. അവർക്ക് പിന്നെ ഒരു പണിയുണ്ട്, എന്താ അറിയോ? ഈ ക്ലാസ്സിൽ കേട്ട് നേരെ ഭാര്യമാരോട് പോയി പറയും. ഈ കൂട്ടത്തിൽ എത്ര ആൾക്കാർ അങ്ങനെ ഉണ്ട്? ക്ലാസ്സിൽ പഠിച്ചത് നേരെ ഭാര്യമാർക്ക് ഷെയർ ചെയ്യുക. അതിൽ അതിവിദഗ്ധനായിരുന്നു അബൂ സൽമ റളിയല്ലാഹു തആല. ഒരിക്കലും ഓടി എന്നിട്ട് അറിഞ്ഞ് ഉമ്മുസൽമയാണ് അവരുടെ സഹധർമ്മിണി. മുസൽമ, ഇന്ന് അള്ളാന്റെ റസൂല് നല്ല ദിക്ർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങളും മുസീബത്തുകളും നേരിട്ടാൽ ഈ ദിക്ർ വേണേ ചൊല്ലിക്കൊണ്ട്, നല്ല ദിക്റാ. വലിയ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വന്നാൽ ചൊല്ലാനുള്ള ഒരു ദിക്ർ. എന്താണ്? اللهم إني احتسبت مصيبتي هذه واخلف لي خيرا منها. പടച്ചോനെ, എന്റെ ഈ മുസീബത്തിൽ നിന്റെ അടുത്ത് ഞാൻ പ്രതിഫലം ആഗ്രഹിക്കുകയാണ്. പടച്ചോനെ, എനിക്ക് എന്റെ ഈ നിഅമത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ഒരു മുസീബത്തിലാണല്ലോ ഞാന്, അതിനേക്കാളും ഹൈറായതിന് എനിക്ക് പകരം തരണ റബ്ബേ എന്നാണ് ഇന്ന് ഹബീബ് നബി പഠിപ്പിച്ച ദിക്ർ എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നാൽ ഈ ദിക്ർ ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മുസൽമ ഇങ്ങനെ കാത്തിക്കാണ് ഒരു പ്രയാസം വന്നാൽ ചെല്ലാന്. അപ്പൊ ചെല്ലാനാലത് പഠിപ്പിച്ചു കൊടുത്തത്. അതിനിടക്കാണ് അബൂ സൽമാൻ മരിച്ചത്. ഇനി പ്രയാസത്തിന് ഒരിക്കലും പോകണ്ട, ഭർത്താവാണ് കയ്യെന്ന് പോയത്. ഇവരാണെങ്കിലും മദീനയിൽ അറിയപ്പെട്ട നല്ല സ്നേഹദമ്പതികളാണ്. ഭയങ്കര സ്നേഹമാണ്, പിരിഞ്ഞിക്കൂല, തറ സ്നേഹം. അതിൽ ഭർത്താവാണ് മരിക്കണേ. അതിൽ മുസൽമാബി ഇങ്ങനെ ചിന്തിച്ചു, അതിപ്പോ ഞാനിപ്പോ ദിക്റിന്റെ അർത്ഥം നോക്കണെങ്കിൽ ചൊല്ലിയിട്ട് കാര്യമില്ല. കാരണം ഇതിനേക്കാളും ഹൈറായതിന് പകരം തരണമെന്നാണ് ദിക്റുള്ളത്. അബൂസലമിനേക്കാൾ ഹൈറായത് ഇന്ന് മദീനയില്ല. പിന്നെ തങ്ങൾ പറഞ്ഞ ദിക്റല്ലേ ചെല്ലന്നെ. അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി ഇതായിരിക്കുമ്പോ, اللهم احتسبت مصيبتي هذه واخلف لي خيرا منها. പടച്ചവനെ, ഈ ഞാൻ ഇപ്പോൾ നേരിടുന്ന ഈ മുസീബത്തിൽ നിന്റെ ഭാഗത്ത് നിന്ന് കൂലിയെ പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് ഇതിനേക്കാൾ ഖൈറായതിന് നീ പകരം നൽകണേ റബ്ബേ. ഇതാണ് കഴിഞ്ഞ് ദിക്ർ ഇങ്ങനെ തുടരാണ്. അതിനിടയ്ക്ക് ഒരാളെ വീട്ടിൽ കയറി ചെന്ന് എന്തേന്ന് വെച്ചു, അള്ളാന്റെ റസൂൽ നിങ്ങളെ വിവാഹം അന്വേഷിക്കാൻ വേണ്ടി സമ്മതത്തിന് ചോദിച്ചാണ്. നിങ്ങളെ അടുത്ത വരനായി വരാൻ പോകുന്നത് മുഹമ്മദ് മുസ്തഫയാണ്. ഇരുന്ന ഇരിപ്പിൽ കണ്ണെന്ന് വെള്ളാണ്ട് ചാടി. ദിക്റിന്റെ ഊക്കോക്കാണെങ്കിൽ
ഇവർക്ക് പ്രായമുണ്ട്, കുട്ടികളുണ്ട്, സ്വഭാവത്തിൽ കുറച്ച് ദേഷ്യമുണ്ട്. അപ്പൊ ആ നിലക്ക് റൊമാൻസിക് സിസ്റ്റം ഉള്ള ഒരു വിവാഹമല്ല, മാംസബന്ധിത ഇക്കിളി സ്നേഹത്താലുള്ള വിവാഹമല്ല. ഈ ദിക്ർ ആവർത്തിച്ച് ആത്മാർത്ഥമായി ചൊല്ലിയപ്പോൾ പടച്ചവൻ തീരുമാനിച്ച കളമാണ്. അതിലിവർക്ക് ഒറ്റ സങ്കടമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാൻ വന്നപ്പോ പറഞ്ഞു, മുത്തനബിയെ, ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പെടല്ലേ, അവിടുത്തെ ഭാര്യയായിട്ട് വരല്ലേ. അബൂസൽമക്ക് പകരമായിട്ട് ദുന്യാവിൽ ഒരാളില്ല എന്ന് ഞാൻ ഉറപ്പിച്ചാണ്. പക്ഷെ നിങ്ങളെ ഞാൻ എന്റെ ഓർമ്മയിൽ കൊടുന്നില്ല, കാരണം ഇത് നടക്കൂല എന്ന് ഉറപ്പാണ്. ഇന്നങ്ങള് കല്യാണം കഴിക്കുക. പക്ഷെ അള്ളാഹു തന്ന അത്ഭുതത്തിൽ ഞാൻ അന്താളിച്ചു പോവാണ്. എനിക്കൊറ്റ പ്രയാസമുള്ളൂ, മക്കള് കുറെ ഉണ്ടല്ലോ മുത്തനബിയെ, എനിക്കിത്തിരി പ്രായമില്ലേ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മു സൽമ, നിന്റെ മക്കൾ എന്റെയും മക്കളാണ്, മുഹമ്മദ് മുസ്തഫ. നിന്റെ പ്രായം എനിക്ക് വിഷയമില്ല. അപ്പൊ മൂന്നാമത് കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ദേഷ്യമുണ്ട് മുത്തനബി എന്ന് പറഞ്ഞ, കുറച്ച് ദേഷ്യമുള്ള ആളാണെന്ന് പറഞ്ഞു. നിങ്ങളെ ഭാര്യയായിട്ടൊക്കെ ഞാൻ നിൽക്കുമ്പോ ഞാൻ ഈ ദേഷ്യം സെപ്പറേറ്റ് നിന്നാലുള്ള പ്രശ്നം എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അവിടുന്നാണ് ഇത് പറഞ്ഞു, ഉമ്മു സൽമാന്റെ ദേഷ്യം നീ മാറ്റിക്കൊടുക്കണേ മുഹമ്മദ് മുസ്തഫ. അതോടുകൂടി ഉമ്മു സൽമാവിന്റെ സ്വഭാവം മാറി, വളരെ സൈലന്റായി, ദേഷ്യമില്ലാത്ത ആളായി. ആ കല്യാണമാണ് നടന്നു. കാരണം വഖ്ലിഫ്ലി ഖൈറ മിൻഹ, ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് പകരം തരണമെന്നാണ് പറയുന്നത്. ചില ദ്വാന്റെ കടുപ്പം, ഇതിലൊക്കെ പരീക്ഷണമുള്ള ആളുകളുണ്ട്. നന്നായിട്ട് ഈ ദിക്റൊക്കെ ദ്വാരുന്നോളി, വെറുതാവൂല. ഞാൻ ഒരിക്കലും വാതിനായപ്പോ ഭക്ഷണം കഴിക്കായിരുന്ന വീട്ടില്, ആ വീട്ടിലെ മോനോട് പറഞ്ഞു, ഉമ്മ ഭയങ്കര ടെൻഷനിലാണെന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചു, പാപ്പ മരിച്ചിരുന്നു, അതുകൊണ്ടാണ്. ഞാൻ ഈ ദിക്ർ എഴുതി കൊടുത്ത് ചെല്ലാൻ വേണ്ടി പറയാം. അർത്ഥം മോന് പറഞ്ഞു കൊടുത്തില്ല, എനിക്ക് പേടിയുണ്ട്. പിന്നെ ഒരിക്കലും അതിനപ്പോ അവിടെ കയറി ഒരു ഹാപ്പി ആയിക്കണ, കാരണം പുതിയാപ്പിള വന്നിക്കണ്, പഴയതിനെ മറന്ന ജീവിതം പിന്നുള്ളത്. നല്ല സന്തോഷമുള്ള ജീവിതമാണ്. നീ ഇത് ആരും ചെല്ലിങ്ങാണ്ട് ചോദിപ്പുണ്ടാക്കരുത്. ചിലതൊക്കെ അങ്ങനെ ഉണ്ടാവും. അതാണ്, ചില ദിക്റുകളൊക്കെ ഭയങ്കര കടുപ്പുള്ളതാണ്. അത് മനസ്സറിഞ്ഞാണ് ചൊല്ലിയുണ്ടല്ലോ, അതിന്റെ ആധാർ, അതിന്റെ ഒക്കെ ഉപകാരങ്ങൾ വെളിവാകും. ഭയങ്കര സംഗതിയാണ്. ഞാൻ നിർത്തുകയാണ്. ഇത് ഇന്ന് നമ്മുടെ ഭാഗത്തേക്ക് ചേർത്തിയിട്ട് നമ്മൾ അർത്ഥം വെക്കണം. മനക്തുമാ ഖദ്ദമു ആസാറഹും, നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് ഫലങ്ങൾ കിട്ടുന്ന കുറെ അമലുകൾ ചെയ്ത് വെക്കാൻ നമുക്ക് വേണം. ഒന്ന് ഇതന്നെയാണ്, ഇത് മരിച്ചാലും ഖബർക്ക് വരുന്നതാ. എന്തുകൊണ്ട്? ഇതാ മാതബ്നു ആദം, മനുഷ്യൻ മരിച്ചാൽ ഇൻഖതഅ അമലുഹു, ഓന്റെ അമലൊക്കെ മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ്, മൂന്നെണ്ണം അവിടെ ഉണ്ടാകും. ഒന്ന് വലതും സാലിഹുൻ യദ്ഉ ലഹ്, ഓന് വേണ്ടി ദ്വാരക്കണ സ്വാലിഹായ മോന് മുഹമ്മദ് മുസ്തഫ. സ്വാലിഹായ മോനായ മതി, ദ്വാരക്കൽ ഷർത്തല്ല. ചില ആൾക്കാർ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, ആ മോൻ ദ്വാരക്ക തന്നെ വേണമെന്ന്. ഒരു സ്വാലിഹായ മോൻ ഉണ്ടായ മതി, ഇങ്ങോട്ട് കിട്ടും. സ്വാലിഹായ മോനാണെങ്കിൽ ദ്വാരക്കൊന്നും ഉറപ്പല്ലോ, അത് ഷർത്താക്കി പറയണ്ടല്ലോ. സ്വാലിഹായ മോനെ പിന്നെ ദ്വാരക്കൂലേ. കോഴിക്കോടേക്ക് ബോർഡ് വെച്ചാ ബസ്സിന് എണ്ണി അടിച്ചാ പിന്നെ പോവുമല്ലോ, പിന്നെ അത് വേറെ പറയണ്ടല്ലോ. ടയർ പഞ്ചർ അല്ലെങ്കിൽ സ്വാലിഹായ മോനാണെങ്കിൽ ദ്വാരക്കുമല്ലോ. ഒരു സ്വാലിഹായ മോൻ ഉണ്ടായ മതി. രണ്ടാമത്തത് സ്വതക്കത്തുൻ ജാരിയ, നല്ല നല്ല കാര്യത്തിന് വേണ്ടി പൈസ കൊടുത്താൽ അതിന്റെ ആധാറുണ്ടാവും. ആധാറവും മരിച്ചാലും അതിന്റെ ഫലം ഖബർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തത് ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ്. യാ അല്ലാഹ്, ഒറ്റ കാര്യം ചെയ്താൽ മതി, മൂന്നും കിട്ടും. ഒരു കാര്യം ചെയ്താൽ മതി, നാട്ടൊരുട്ടികളെ ദർസ് ഉണ്ടാക്കുക. എന്റെ ഒക്കെ ചെറുപ്പത്തിൽ മഗ്‌രിബേശനിടയിൽ ദർസ് ഉണ്ടായിരുന്നു. വാണിയന്നൂര് ഞാൻ അവിടെ പഠിച്ച ആളാ. 3/4 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ഉപകാരം എന്താരോ, ബിരുദധാരികളായ ആലിമ്യങ്ങളാവൊന്നുമില്ല, പക്ഷെ ബോധമുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ കഞ്ചാവ് വലിക്കൂല, ആ കുട്ടികൾ ഉമ്മാനെ കൊല്ലൂല. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ ഡിഗ്രി ഉണ്ട്, പക്ഷെ അശ്റത്ത് കുത്തുമ്പ് അറിയില്ല, ഇങ്ങനെ നിസ്കരിക്കാന്നറിയില്ല, ഒന്നും അറിയില്ല. ഉമ്മാരാന്നറിയില്ല, ബാപ്പാരാന്നറിയില്ല. ഉമ്മാരാന്നറിയില്ല, ബാപ്പാരാന്നറിയില്ല. നോമ്പറക്കണ സമയത്ത് ഉമ്മ ഉണ്ടാക്കി കൊടുത്ത കറിക്ക് ടേസ്റ്റ് കുറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഹക്കീം ഉമ്മാന്റെ കഴുത്തറുത്ത് വന്നത്.
നോമ്പറക്കാൻ കൊടുത്ത കറിക്ക് ടേസ്റ്റ് കുറഞ്ഞ് മോനും ഉമ്മാനാണ്ട് അറുത്തിട്ട് കൊടുക്കളയിൽ. ആ കുട്ടിക്ക് സ്കൂളിൽ ഡിഗ്രി ഉണ്ട്. ഒരു ഉമ്മയൊരു മോനും മാത്രം ഒരു വീട്ടില്. ഈ തള്ളക്ക് വേറെ ആരുമില്ല. തളങ്ങനെ എന്ത് വെച്ച് ഞാൻ മരിച്ചാൽ എന്റെ മോന്റെ അവസ്ഥ എന്താണ്? മോന് പരിയില്ല, പറമ്പുമില്ല, കാതിലുള്ളതും കൈമുള്ളൊക്കെ എടുത്ത് വിറ്റ് അവസാനം തള്ളന്റെ പറമ്പ് വിറ്റ് ഒരു പെര ഉണ്ടാക്കി. കാരണം തള്ള മരിച്ചാലും മോനക്ക് പെരാന്നുള്ളത്. കുടിയിരിക്കലൊക്കെ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോ മോൻ പുറത്തുപോയി, പിന്നെ തിരിച്ചു വന്നില്ല. മാരിവായപ്പോ തള്ള നിലയും വിളിയും കൂടെ അങ്ങ് തുടങ്ങി. എന്റെ കൺമണിക്കുട്ടി പോയല്ലോ, കാണില്ല എന്നും പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ തിരയാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞപ്പോ പരയ്ക്ക് 4-5 ആൾക്കാർ കയറിയെന്ന് പറഞ്ഞു. തള്ള ഇറങ്ങിപ്പോയി, ഇത് നമ്മളെ വരെയെന്ന്. നിങ്ങളെ വരെ, ഇതിന്റെ മോന്റെ വരെ ഞാൻ എഴുതി കൊടുത്താലോ, ഞാൻ ഉണ്ടാക്കി വരെ എന്റെ മോന്റെ പേര് എഴുതി കൊടുത്ത നിങ്ങളെ വരെ പേപ്പറാണ്ടോ കൊടുത്തു. ഇവൻ എന്താ പുറത്തു പോയിട്ട് ബാംഗ്ലൂരുള്ള ആൾക്കാർക്ക് പുര വിറ്റിക്കണം. ഇവൻ പൈസ ആയിട്ട് പോയി. ആ കുട്ടീന്റെ കയ്യിലും ഡിഗ്രി ഉണ്ട്, പക്ഷെ ഒന്നില്ല, ഉമ്മാന്റെ കാലിന്റെ ചോട്ടാണ് സ്വർഗം എന്നുള്ള ഡിഗ്രി ഇല്ല. അതാണ് മാതാപിതാക്കളെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു. എല്ലാ ഡിഗ്രിയും കൊടുക്കുമ്പോ എല്ലാം ഉണ്ടാകണ്ടേന്ന് തലേ കയറ്റും, പക്ഷെ അടിസ്ഥാന മൂല്യങ്ങൾ ഒട്ടുണ്ടാവില്ല. ഈ കുട്ടികള് നമ്മളെ നാളെ നരകത്തിൽ വീഴ്ത്താൻ കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആധാറുണ്ടാക്കിയിട്ട് പോകണം, ആധാറുണ്ടാക്കിയിട്ട് പോകണം. അല്ല കുട്ടികൾക്കൊക്കെ മൊബൈൽ വാങ്ങിക്കൊടുക്കുക, എന്നിട്ട് എല്ലാവരും കാലിന്റെ അടുക്കില് തൊടന്റെ അടുക്കില് മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ തോണ്ട് വെല്ലിപ്പരുമ്പോ മാറ്റിയേക്ക. എന്താ കാരണം? പള്ളിയിൽ വന്നാല് തന്നെ പണി കാലിങ്ങനാണ്ട് വെക്കുക, എന്നിട്ട് ഇടുക്ക് മൊബൈലാണ്ട് വെക്കുക. ആകെ 20 മിനിറ്റാണുള്ളത്. ഇന്ന് ഞാൻ കണ്ട ഒരു കുട്ടീനെ അങ്ങനെ. എന്താ ഇപ്പൊ ഈ കാണുന്നത്? എന്താ ഇപ്പൊ ഇങ്ങനെ കാണാന്? ഒരു ബാങ്ക് ഇക്കാമത്തിനിടയിൽ എന്താ ഇപ്പൊ ഇതിങ്ങനെ തോണ്ടാനുള്ളത്? നിശോകണികള്. പക്ഷെ കഴിയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ട് മരിച്ചാലേ രക്ഷപ്പെടുള്ളൂ, അല്ലെങ്കിൽ ആസാറ് കിട്ടൂല, കുടുങ്ങി ഹലാക്കായി പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇരുന്നതും പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്നിലേക്ക് അടുക്കാനുള്ള വാതിൽ തുറന്നു തരണേ അല്ലാഹ്. സ്വർഗം കിട്ടാനുള്ള അമലുകൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇത് തന്നെയും അതിന് പക്ക അമലായി സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രയാസങ്ങളിൽ നിന്ന് അകറ്റണേ അല്ലാഹ്. ക്ലേശങ്ങളിൽ നിന്ന് മാറ്റിത്തരണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് വീട്ടിത്തരണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതൊക്കെ നിന്റെ ദീനിന് വേണ്ടി, മദ്ഹിന് വേണ്ടി, ത്വാഅത്തിനായി, ഖിദ്മത്തിലായി ചെലവഴിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പെടുന്നതിനൊന്നും മരിപ്പിക്കല്ല അല്ലാഹ്. രോഗിയാക്കി തളർത്തല്ലേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവനോട് കൈനീട്ടേണ്ട ഗതികേട് നൽകല്ല അല്ലാഹ്. അള്ളാഹു ഞങ്ങളെ ചുറ്റുഭാഗം നന്നാക്കി തരണേ അല്ലാഹ്. മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. കുടുംബത്തെ നന്നാക്കി തരണേ അല്ലാഹ്. ഈ സാസിൽ പങ്കെടുത്ത ഒരാളെയും നാളെ നരകത്തിൽ ഒരു സെക്കൻഡും കരിക്കല്ല അല്ലാഹ്. സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു ജമാഅത്താക്കണേ അല്ലാഹ്. സ്വർഗത്തിലേക്കുള്ള ഒരു മജ്ലിസാക്കണേ അല്ലാഹ്. സ്വർഗത്തിലേക്കുള്ള ഒരു ആൾക്കൂട്ടമാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ്. اجعلنا من خيار أمته ومن محبيه. واغفر لنا ولوالدينا ولمن دفنوا حول هذا المسجد وللحجاج وللعمال ولمن استغفروا لهم ولجميع المؤمنين والمؤمنات. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.